ഹായ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ രാവിലെ റാഗി ഞാൻ കഴിക്കാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നന്നായിട്ട് റാഗി കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ഇട്ടിട്ടുണ്ട്. അതിലൊരു 3-4-5 ഡേറ്റ്സ് ഞാൻ കുരു കളഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനൊരു പാത്രത്തിൽ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ പാല് കംപ്ലീറ്റ്ലി എടുക്കും. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അറിയാലോ. അത് കഴുകുക, എഗെയിൻ ഇതിലിടുക, ഒന്നുകൂടെ അരയ്ക്കുക, 2-3 പ്രാവശ്യം അരയ്ക്കുമ്പോൾ ഫുൾ കംപ്ലീറ്റ്ലി പാല് കിട്ടുന്നു. ഇതേണ്ട ഫുള്ള് ഞാൻ അരിച്ച് ഇങ്ങനെ വെള്ളം പോലെ ആക്കിയിട്ട് അതിൻ്റെ ഫുള്ള് പാലെടുത്തിട്ടുണ്ട്. അതിനൊരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനൊരു പാത്രത്തിൽ ഒഴിച്ചു. ഇനി ഇത് മെല്ലെ സ്റ്റൗവിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ മെല്ലെ കുറുക്കി കൊടുക്കുക. ഒന്ന് ചൂടാവണ വരെ നല്ലപോലെ കൈവിടാതെ ഇളക്കണം കേട്ടോ. അതല്ലെങ്കിൽ ആകെ കൂടെ കട്ട പിടിച്ച് ഒരു പരുവാവും. അപ്പം അങ്ങനെ വരേണ്ടത് ഇങ്ങനെ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കുക. ഇളക്കി കഴിയുമ്പോൾ കുറേ കഴിഞ്ഞ് ഇങ്ങനെ കുറുകും. കുറുകി കഴിയുമ്പോൾ കൂടെ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ആവശ്യത്തിന് മധുരമുണ്ട്. ഞാൻ എക്സ്ട്രാ മധുരം ഒന്നും ഇട്ടിട്ടില്ല അതിൽ. നല്ല മധുരമുണ്ട്. ഞാൻ ഡേറ്റ്സ് ഇട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു സ്വാഭാവിക മധുരമുണ്ട്. അത് മതി. ഇനിയിപ്പോൾ വേണേൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡേറ്റ്സ് ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഇടാം. അതല്ലെങ്കിൽ പനങ്കൽക്കണ്ടല്ലേ, അതൊക്കെയാണ് ഹെൽത്തി. പഞ്ചസാര ഒഴിവാക്കിക്കോളൂ. നോർമൽ വൈറ്റ് ഷുഗർ ഉണ്ടല്ലോ, അത് ഒഴിവാക്കിക്കോളൂ. ശർക്കരയോ പനങ്കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡേറ്റ്സ് ഇട്ടിരിക്കണേ. ഇനി ഞാൻ കുറുക്കി കൊണ്ടുവരാം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി ഒന്ന് കുറുക്കി കൊണ്ടുവരണം. ഞാൻ ഒരു 1-2 നുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും കൂടി ഇടുമ്പോൾ നല്ലൊരു രുചിയാണ്. ഞാനിങ്ങനെ റാഗി കുറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പണ്ടൊക്കെ ഈ ഒരു റാഗിയൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. റാഗിയൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അമ്മ നിർബന്ധിച്ചിട്ട് ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടൊക്കെ ആയിരിക്കും കഴിക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ടേസ്റ്റിനേക്കാളും കൂടുതൽ കൺസേൺ ആവുന്നത് ആരോഗ്യത്തിനായിരിക്കും അല്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇപ്പം എനിക്കിഷ്ടമല്ലാത്ത പല കാര്യങ്ങളും പല ഫുഡും ഞാനിപ്പോൾ കഴിക്കും. ചിലപ്പോൾ വലിയ രുചിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് കഴിക്കും. പക്ഷെ ഇപ്പോൾ ഈ റാഗിയൊക്കെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണത്. ചിലപ്പോൾ ഏജ് കൂടുന്തോറും നമ്മുടെ ടേസ്റ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ വരുന്നൊക്കെ പറയണത് വെറുതെ ഒന്നല്ല. പണ്ടൊക്കെ ഭയങ്കര പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഭയങ്കര ഒരു ക്രേസായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ശരിക്കും നമ്മുടെ നാട്ടിലെ വീട്ടിലെ ഫുഡ്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് എനിക്ക് ഏറ്റവും പ്രിയം. മെയിൻലി ചോറാട്ടോ എനിക്കിഷ്ടം. ചോറും നല്ല നാടൻ കറികളും ഒക്കെയാണ് എനിക്കിഷ്ടം. പക്ഷെ ചോറ് കഴിക്കണ അത്ര നല്ലതല്ലല്ലോ. അപ്പം അതുകൊണ്ട് ചോറിന് റീപ്ലേസ്മെൻറ്റ് വേറെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതാണ് പതിവ്. റാഗി ഇങ്ങനെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. കണ്ടോ, ഒന്നും കൂടെ കുറുകും. നല്ലൊരു കളറാണ് ഇതിൻ്റെ. തേങ്ങാപ്പാലും ഒക്കെ ചേർന്ന് വന്നത് കൊണ്ടേ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാണ് ഇത് വരുന്നത്. രുചിയുണ്ട്. അപ്പോൾ ഇതാ റാഗി ഇങ്ങനെ കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. വേറെ ഒന്നുമില്ല. ഞാൻ കണ്ടു ആകെ വിയർത്ത് ശരിയായിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ഓഫാക്കിയിട്ട് അപ്പുറത്ത് ഫാൻ്റെ അടിയിൽ പോയിരുന്നിരിക്കട്ടെ കുറച്ച് നേരം. ചൂടാറിയിട്ട് വേണം കഴിക്കാൻ. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, റാഗി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇതിപ്പോൾ പ്ലേറ്റ് നിറഞ്ഞിരിക്കണം നോക്കണ്ട, നല്ല വെള്ളം പോലെയാണത്. വയറ് നന്നായിട്ട് നിറയും. ഭയങ്കര ഹെൽത്തിയാണ്. ഒരുപാട് ഫൈബർ കണ്ടൻറ്റൊക്കെ ഒരുപാടുള്ള ഒരു സംഭവമാണ് ഈ ഒരു റാഗി എന്ന് പറയുന്നത്.
ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കഴിക്കട്ടെ കേട്ടോ. നല്ല മധുരം, ഡേറ്റ്സിൻ്റെ മധുരം കേട്ടോ. ആഡഡ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ, ഷുഗറൊന്നുമില്ല. കുറച്ച് ഉപ്പ്, തേങ്ങാപ്പാൽ, ഇത്രയേ ഉള്ളൂ. ശരി, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം, ഹെൽത്തി ആയിട്ടിരിക്കാം. ഓക്കെ, ബൈ.